അതായത് ബാംഗ്ലൂർ അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അന്നേരമാണ് ഞാൻ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. കാരണം ജോസഫ് അന്നംകുട്ടി ജോസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് യു ഹാവ് ഓപ്ഷൻ ടു ചൂസ് ഫോർഗീവ് ഓർ ഹേറ്റ്, നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എപ്പം ഫോർഗീവ് ആണെന്നുള്ളത്. അത് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. കാരണം മുമ്പ് തൊട്ടേ എല്ലാവരും എൻ്റെ ഒരു ബാഡ് ക്വാളിറ്റി എന്ന് വലിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ എന്നെ വെറുപ്പിച്ചവരും എന്നെ വേദനിപ്പിച്ചവരൊക്കെ ഞാൻ പിന്നെ അവരോട് മിണ്ടാറുണ്ട്, അല്ലെങ്കിൽ അവരോട് ദേഷ്യം കാണിക്കാറില്ല, അവരുടെ ഡിസ്റ്റൻസ് ഇടുന്നതൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ദേഷ്യം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മനസ്സിന് കനം കൂടുന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതേ സമയത്ത് ഞാനത് മറന്നു, അല്ലെങ്കിൽ പോട്ടെ വിട്ടേക്കാന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മൈൻഡ് കുറച്ചും കൂടി പീസ്ഫുൾ ഓപ്പൺ ആവാറാണ് പതിവ് എത്രയാണെന്നുണ്ടെങ്കിലും. പിന്നെയും ജോസഫിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ദ ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. അതേപോലെയാണ് നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്തോട്ടാണ് എത്തുന്നത്, ദേ ബിക്കം ക്ലോസർ ടു അസ്. ശരിയാണ്, ഞാൻ ഒരാളുടെ ഒരു ദേഷ്യവും വെറുപ്പും വെച്ചിട്ട് പിന്നീട് ഞാൻ റീതിങ്ക് ചെയ്ത് പോട്ടെ വിട്ടേക്കാം, എന്തിനാ പിന്നെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, വിട്ടേക്കാം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ഫുൾ കൂളാവാറുണ്ട്. എത്രയോ കൂളാവാറുണ്ട്. അതെൻ്റെ ഫ്രണ്ട്സിനെ പറയാറുണ്ട്, നിന്നെ വെറുപ്പിച്ച ആളല്ലേ നീ ഇതിപ്പോൾ അവരോട് മിണ്ടുന്ന ഇങ്ങനെ കമ്പനി ആയിട്ടിരിക്കുന്നത്, നിനക്കവരുടെ ഡിസ്റ്റൻസ് വെക്കത്തില്ലെന്ന. എന്തിനാ, ആ ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ അത് ഡിസ്റ്റൻസ് വെച്ചിട്ട് വെറുപ്പ് കാണിച്ച് മനസ്സിൽ ഭാരം കൊടുക്കേണ്ടി വരാം. അതങ്ങ് പോട്ടെന്ന് വെച്ച് മൈൻഡ് വിട്ടാൽ തന്നെ നമ്മുടെ മൈൻഡ് ഫ്രീ ആയി. നമ്മുടെ മെൻ്റൽ പീസ് ആണല്ലോ വലുത്, അതങ്ങ് ഓക്കെ ആവും, മൈൻഡ് അങ്ങ് ഫ്രീ ആയി. ഓക്കെ എന്ന് വെച്ച് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഏതിലാണെങ്കിലും ഇന്ന് വെച്ച് അവരോട് പോയി മിണ്ടണമെന്ന് പഴയ ക്ലോസ് ആവണമെന്നല്ല, നമ്മുടെ മൈൻഡിൽ നമ്മളങ്ങ് തീരുമാനിച്ചാൽ മതി, ഇത്രേ വേണ്ടു. അവരോട് പോയിട്ട് ക്ലോസ് ആവണമെന്നൊന്നുമില്ല, നമ്മുടെ മൈൻഡിൽ തീരുമാനിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ ഒരു മെൻ്റൽ പീസ് നമുക്ക് കിട്ടും. എൻ്റെ ഐഡിയോളജിയാണ്, ശരിയാണോ എന്നറിയില്ല, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ.